കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐ മുൻ നേതാവ് എൻ ഭാസുരാംഗന് വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം. സുപ്രീം കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ഷബ്ന സിയ ചേരുകയാണ്. ഷബ്ന, വിവരങ്ങൾ. രജീഷ്, തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേസിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഭാസുരാംഗന് ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഏതായാലും ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം 2021 നവംബർ 21 ഭാസുരാംഗൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാകുകയും ഇഡിയുടെ കേസിൽ അത്തരത്തിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ഗുരുതരമായ രോഗബാധയും ചികിത്സയുമായി ബന്ധപ്പെട്ട് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തി അതിൽ നിന്ന് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചു. നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായ ശേഷം തിരിച്ചു നൽകുന്നില്ല എന്നാരോപിച്ചുള്ള പരാതിയിലായിരുന്നു ഭാസുരാംഗൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തത്. ഇഡി ഈ കേസിൽ 2023 നവംബർ 21 ഭാസുരാംഗനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ക്രൈംബ്രാഞ്ചും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ശരി ഷബ്ന.